കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന് നേരെ RSS ആക്രമണം. കല്ലേറിൽ 6 പോലീസുകാർക്ക് പരിക്കേറ്റു. പോലീസ് ജീപ്പും എറിഞ്ഞു തകർത്തു. വാഹന പരിശോധനയെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ശ്യാമാർ ബാബു ചേരുന്നു. ശ്യാം, എപ്പോഴാണ് ആക്രമണം ഉണ്ടായത്? എന്തൊക്കെയാണ് സംഭവങ്ങൾ? ഇന്നലെ രാത്രി 1 മണിയോടെയാണ് കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് ഈ അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നത്. കൊട്ടാരക്കരയ്ക്ക് സമീപം ഹൈവേയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കവേ RSS പ്രവർത്തകർ ഒരു ബൈക്കിൽ 3 പേർ എത്തുകയുണ്ടായി. ഇവരെ പോലീസ് തടയുകയും പരിശോധിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പോലീസും RSS പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതിനുശേഷം ഈ ബൈക്കിൽ സഞ്ചരിച്ചവരെ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഇവരെ ഇറക്കുവാനായി എത്തിയ RSS പ്രവർത്തകരാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവം അഴിച്ചുവിട്ടത്. പോലീസ് സ്റ്റേഷന് നേരെ ഇവർ കല്ലെറിഞ്ഞു. മാത്രമല്ല കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന്റെ ജീപ്പ് എറിഞ്ഞു തകർത്തു. സ്റ്റേഷനിലുണ്ടായിരുന്ന നേരത്തെ പിടികൂടി സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന വാഹനങ്ങളും എറിഞ്ഞു തകർത്തു. കൊട്ടാരക്കര CI സജിമോന് കല്ലേറിൽ പരിക്കൊണ്ടു. മാത്രമല്ല കൊട്ടാരക്കര SI ശിവപ്രസാദ്, മറ്റ് 5 പോലീസ് ഉദ്യോഗസ്ഥർ മറ്റ് 4 പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. കല്ലേറ് നടത്തിയ ശേഷം RSS പ്രവർത്തകർ കൂട്ടത്തോടെ ക്ഷേത്രത്തിന് സമീപം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് സമീപമുള്ള RSS കാര്യാലയത്തിനുള്ളിലേക്ക് ഓടിക്കയറുകയുണ്ടായി. ഇവരെ പിന്തുടർന്നെത്തിയ 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പിന്നീട് വളഞ്ഞിട്ട് ആക്രമിച്ചത്. ഇവരെ കാര്യാലയത്തിൽ നിന്നുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലേറ് നടത്തുകയായിരുന്നു. ഇതിൽ 4 ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ട്. ഉദ്യോഗസ്ഥരുടെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. CA അടക്കം 6 പോലീസ് ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള ഒരു അക്രമ സംഭവമാണ് അരങ്ങേറിയത്. മാത്രമല്ല ഏതാണ്ട് രാത്രി 1 മണിക്ക് ശേഷം കൊട്ടാരക്കര നഗരം RSS പ്രവർത്തകർ കയ്യേറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തമ്പടിക്കുകയും പോലീസ് വന്നിട്ട് ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് റൂറൽ മേഖലയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും ഏതാണ്ട് 4 സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് രംഗം ശാന്തമാക്കാൻ പോലീസിന് സാധിച്ചത്. പോലീസിനെ പൂർണ്ണമായും വളഞ്ഞിടുന്ന തരത്തിലൊരു അക്രമ സംഭവമാണ് കൊട്ടാരക്കരയിൽ ഇന്നലെ രാത്രി അരങ്ങേറിയത്. പല മേഖലകളിലും പോലീസ് ജീപ്പ് കടന്നുപോകുന്ന മേഖലകളിലൊക്കെ പങ്കെടുത്തവരെന്ന് സംശയിക്കുന്നവരെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ? അഞ്ജിത, ഒരു RSS പ്രവർത്തകനെ മാത്രമാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അദ്ദേഹത്തിന്റെ പേര് നമുക്ക് ലഭിച്ചിട്ടില്ല. ഒരു RSS പ്രവർത്തകൻ പോലീസിന്റെ കസ്റ്റഡിയിൽ, സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മറ്റ് 2 പേരെ കൊട്ടാരക്കരയിൽ പോലീസ് സ്റ്റേഷന് നേരെ RSS ആക്രമണം. വിവരങ്ങളാണ് ശ്യാമാർ ബാബു കൊല്ലത്തു നിന്നും നൽകിയത്.